നാളെ പ്രവാചകന്റെ കൂടെ സ്വർഗത്തില് കൂട്ടുകാരനാകാൻ നിനക്ക് കൊതിയുണ്ടെങ്കില് പ്രവാചകൻ അവിടുന്ന് ഒന്നാമതായി പറഞ്ഞു കൊടുത്ത കാര്യം എന്തെന്നറിയുമോ? അവിടുന്ന് സുജൂദ് അധികരിപ്പിക്കാരാ. എന്റെ പ്രിയമുള്ളവരെ, 5 നേരത്തെ നമസ്കാരമുണ്ടല്ലോ. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാഹ്, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഓരോ ദിവസം 5 നേരം ബാങ്ക് വിളിക്കുന്ന ശബ്ദം കേൾക്കുന്നവരാ. എന്റെ പ്രിയമുള്ളവരെ, ആ വിളിക്ക് നിങ്ങൾ ഉത്തരം നൽകിയ, നിങ്ങൾ നമസ്കരിക്കുന്നവരാണെങ്കിൽ എന്റെ കൂടെ സ്വർഗത്തിൽ നിങ്ങൾക്ക് ഒരുമിക്കാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, നമസ്കാരമുണ്ടല്ലോ, അത് മുത്തുനബിയുടെ കയ്യിലേക്ക് അല്ലാഹു നേരിട്ട് കൊടുത്ത ഒരു സമ്മാനമാണ്. നിസ്കാരം അല്ലാഹു നേരിട്ട് കൊടുത്ത സമ്മാനമാ. പടച്ച റബ്ബ് തന്റെ മുന്നിലേക്ക് വിളിച്ചിട്ട് ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും രാത്രിയുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകനെ നേരിട്ട് വിളിച്ചു അല്ലാഹുവിന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് അല്ലാഹു സമ്മാനമായിട്ട് കൊടുത്ത ഒന്നാണ് 5 വഖത്ത് നമസ്കാരം. ആ നമസ്കാരത്തിന്റെ മഹത്വം നമുക്കറിയണമെങ്കിൽ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളു സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് അവസാനം റൂഹ് പിടിച്ച അവസാന സമയമുണ്ടല്ലോ, ആ സമയത്തും അല്ലാഹുവിന്റെ പ്രവാചകൻ ഉണർത്തിയതെന്ത്? നമസ്കാരത്തെ കുറിച്ചാണ്. നിങ്ങളെ നിസ്കാരം ഉപേക്ഷിക്കരുത്, നിങ്ങളെ നിസ്കാരം ഉപേക്ഷിക്കരുത്. ആ മരണത്തിന്റെ സമയത്ത് പോലും അല്ലാഹുവിന്റെ പ്രവാചകർ നമസ്കാരത്തെ കുറിച്ചാണ് ഓർമ്മപ്പെടുത്തിയതെങ്കിലോ, എന്റെ പ്രിയമുള്ളവരെ, ആ നമസ്കാരത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ അത് മതി. പക്ഷേ എന്ന് നമ്മളിൽ പലരുമുണ്ടല്ലോ, പടച്ചവനെ നമ്മളാ നമസ്കാരത്തിന്റെ വിഷയത്തിൽ പലരും അലംഭാവം കാണിക്കുമ്പോ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ തങ്ങൾ പറഞ്ഞതെന്തെന്നറിയുമോ? ഏതെങ്കിലും ഒരു മനുഷ്യന് കാരണമില്ലാതെ ഒരു വഖത്ത് നമസ്കാരം കളയാക്കിയാൽ അവന് കാഫിറാണെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരു വഖത്ത് നമസ്കാരം ഏതെങ്കിലും ഒരു മനുഷ്യനെ കളയാക്കിയാൽ, കാരണമില്ലാതെ കളയാക്കിയാൽ അവന് കാഫിറാകുമെന്ന് ഉമർ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, അത് പറയുന്നതാരാ? ഉമർ തങ്ങളാ. എന്റെ പ്രിയമുള്ളവരെ, ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം എടുത്തു നോക്കൂ. അതാ തന്റെ ജീവിതത്തിലെ അവസാനത്തെ ഹജ്ജുണ്ടല്ലോ, ആ ഹജ്ജിന്റെ സമയത്ത് കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്നുകൊണ്ട് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്നുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ അസ്അലുക ശഹാദത ഫീ സബീലിക വമൗതതന ഫീ ബലദി നബിയിക. അതാ ഹജ്ജ് ചെയ്തിട്ട് പിരിയുന്ന സമയത്ത് പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്നുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന, പടച്ചവരെ, എനിക്ക് ഷഹീദായി മരിക്കണം തമ്പുരാനെ, എനിക്ക് ഷഹീദായി മരിക്കണം തമ്പുരാനെ. എവിടെ കിടന്ന്? മുത്തുനബിയുടെ നാടായ മദീനത്ത് കിടന്ന് എനിക്ക് ഷഹീദാകണം തമ്പുരാനെ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുറ്റത്ത് വെച്ച് ദുആ ചെയ്തു. എന്നിട്ട് തന്റെ നാട്ടിലേക്ക് കടന്നു വന്നു. വെള്ളിയാഴ്ച ജുമുഅ നമസ്കാരത്തിന് കയറി. അതാ ഖുതുബ ഓതുമ്പോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് തന്റെ സ്വഹാബത്തിനോട് തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാ. തഖ്വ കൊണ്ട് അവിടുന്ന് വസിയ്യത്ത് ചെയ്യുകയാ. എന്നിട്ട് പറഞ്ഞു, സ്വഹാബാ, എന്റെ മരണം അടുത്തു. സ്വഹാബാ,
ഉമർ തങ്ങൾ അവിടെ നിന്ന് യാത്ര പറയുകയാണ്. പടച്ചവനെ പിറ്റേ ദിവസം ശനിയാഴ്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പള്ളിയിലതാ സുബ്ഹി നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. സൂറത്ത് യൂസുഫാണ് ഓതുന്നത്. ഉമർ തങ്ങളതാ സുബ്ഹിക്ക് ഇമാമത്ത് നിൽക്കുകയാണ്. സൂറത്തു യൂസുഫ് ഓതിക്കൊണ്ടിരിക്കുകയാണ്. സഹാബികൾ മുഴുവനും പുറകിൽ നിന്ന് നമസ്കരിക്കുകയാണ്. ഉമർ തങ്ങൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ അതാ അബൂ ലുഅൽ എന്ന് പറയുന്ന മജൂസി ഉണ്ടല്ലോ, വിഷം കടത്തിയ കടാര കൊണ്ടുവന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിലേക്ക് കുത്തിയിറക്കുകയാ. തങ്ങളുടെ ശരീരത്തേക്ക് കടാര കുത്തിയിറക്കുകയാണ്. ഉമർ തങ്ങൾ പിടയുകയാ. അല്ലാഹുവേ നമസ്കാരത്തിലാണ്, അല്ലാഹുവേ നമസ്കാരത്തിലാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് അതാ കുത്തുകൊണ്ട് പിടയുമ്പോ ഉമർ തങ്ങളെ നിസ്കാരപ്പായിൽ നിന്നിട്ട് ഇമാമായിട്ടാണ് നിൽക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. 3 പ്രാവശ്യം ഉമർ തങ്ങൾ വിളിച്ചു പറയുകയാ. അല്ലാഹുവേ ഉമർ തങ്ങൾ വിളിച്ചു പറയുമ്പോ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബി പുറകിലാണ്. പടച്ചവരെ ഉമർ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ ഉമർ തങ്ങളതാ നിസ്കാരപ്പായിലേക്ക് പിടഞ്ഞു വീഴുമ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു പുറകിൽ നിന്ന് ഇമാമായി കേറി നിൽക്കുകയാ. സഹോദരാ നമസ്കാരമാണ്. ശത്രു കൊല്ലാമെന്നപ്പോ പിടഞ്ഞോടിയില്ല, ജീവനം കൊണ്ട് 4 ഭാഗത്തെ കൂടിയില്ല. പടച്ചവനെ ഉമർ തങ്ങൾ തന്റെ കണ്ണിന്റെ മുന്നിൽ കുത്തുകൊണ്ട് പിടഞ്ഞു താഴെ വീഴുമ്പോഴും അവര് നമസ്കാരത്തിലാ, അവര് നമസ്കാരത്തിലാ. കാരണം അവർ അല്ലാഹുവിന്റെ മുന്നിലാണ് നിൽക്കുന്നത്, അവര് പടച്ച റബ്ബിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. എല്ലാവരും അവിടെ നിന്ന് നമസ്കാരം പൂർത്തീകരിച്ചു. എന്റെ പ്രിയമുള്ള സഹോദരാ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ബോധമില്ലാതെ കിടക്കുകയാണ്, ബോധം കെട്ട് കിടക്കുകയാണ്. അതാ തന്റെ വയറിലൂടെ രക്തം ഇങ്ങനെ ഒലിച്ചു കൊണ്ടിരിക്കുകയാണ്. സഹാബികൾ മുഴുവനും ചുറ്റുഭാഗത്ത് ഒരുമിച്ചുകൂടി പടച്ചവരെ ഉമർ തങ്ങളെ വിളിക്കുകയാണ്, ഉമർ തങ്ങളെ വിളിക്കുകയാണ്. പടച്ചവനെ മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു വസിയത്ത് നൽകിയാലോ. നമസ്കരിച്ചുകൊണ്ടിരിക്കുക ഉമർ തങ്ങള്. അപ്പോഴാണ് ഒരുത്തൻ കടാര കൊണ്ടുവന്ന് കുത്തിയിറക്കിയത്. എന്റെ പ്രിയമുള്ളവരെ, ഉമർ തങ്ങൾ നിസ്കാരപ്പായിലേക്ക് താഴേക്ക് വീഴുമ്പോ അവിടെ നിന്ന് പറഞ്ഞു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ 3 പ്രാവശ്യം പറഞ്ഞു. പുറകെ നിന്ന് സഹാബി കേറിയിട്ട് ഇമാമത്താ നിന്നെ കേറി പിടിക്കല്ലേ ഇത്. എന്റെ പ്രിയമുള്ളവരെ, ഉമർ തങ്ങൾ പിടഞ്ഞു വീണു. അവിടെ നിന്നും മരണത്തോട് മല്ലടിച്ചു ബോധം കെട്ടിട്ട് കിടക്ക. സഹാബികൾ മുഴുവനും നമസ്കാരം കഴിഞ്ഞിട്ട് ചുറ്റുഭാഗത്ത് വന്ന് നിൽക്കുകയാ. ഉമർ തങ്ങളെ വിളിക്കുന്നുണ്ട്. പടച്ചവനെ മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു നസീഹത്ത് നൽകിയാലോ, എന്തെങ്കിലും ഒരു വസിയത്ത് നൽകിയാലോ. എല്ലാവരും ചുറ്റുഭാഗത്ത് നിന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിക്കുന്നു, എഴുന്നേൽക്കുന്നില്ല. ആ സമയത്ത് ഉമർ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോൻ സഹാബത്തിനോട് പറഞ്ഞു, എന്റെ വാപ്പ എഴുന്നേക്കാൻ ഞാനൊരു വഴി പറഞ്ഞു തരാം. ഉമർ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോൻ അവിടെ നിന്ന് പറയുക, ഞാനൊരു വഴി പറഞ്ഞു തരാം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചുറ്റുഭാഗത്ത് നിൽക്കുന്ന സഹാബത്തിനോട് പറഞ്ഞുകൊടുത്തു, വാപ്പാടെ ചെവിയിൽ നമസ്കാരം നമസ്കാരം എന്ന് പറയാൻ. ഉമർ തങ്ങളുടെ മകൻ പറഞ്ഞുകൊടുത്തു, തന്റെ വാപ്പയുടെ ചെവിയിൽ നിസ്കാരം അസ്വലാ അസ്വലാ എന്നൊന്നു പറയാൻ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അവിടെ നിന്നൊരു സ്വഹാബി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചെവിയിൽ നമസ്കാരം നമസ്കാരത്തിന്റെ സമയമായി എന്ന് പറഞ്ഞപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഞെട്ടി ഉണരുകയാ. അപ്പോഴും ചോദിച്ചു, സഹാബ നിസ്കാരം പൂർത്തീകരിച്ചോ? സഹാബ നിസ്കാരം പൂർത്തീകരിച്ചോ? സഹാബ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബിയാണ് പറയുന്നത്, ഒരു കാരണമില്ലാതെ ഒരു മനുഷ്യൻ ഒരു വഖത്ത് നമസ്കാരം കളയാക്കിയാൽ അവൻ കാഫിറാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമസ്കാരത്തിന്റെ മഹത്വം മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ വഫാത്തിന്റെ അവസാന ഘട്ടത്തിലും പ്രവാചകൻ നിസ്കാരത്തെക്കുറിച്ച് നമ്മളോട് ഓർമ്മപ്പെടുത്തിയത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ,
സഹോദരങ്ങളെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം, പ്രവാചകന്റെ ജന്മദിനം, അത് അനുഗ്രഹീതമായ ഈ മാസം, അൽഹംദുലില്ലാ ആഘോഷമെല്ലാം ഉണ്ട്. പക്ഷേ അത് നമസ്കാരം മുടക്കിക്കൊണ്ടുള്ള ഒന്നുമാകാൻ പാടില്ല. അത് പ്രവാചകന്റെ ഈ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസത്തിൽ എന്റെ പ്രിയമുള്ളവരെ നമസ്കാരത്തെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള ആഘോഷങ്ങളിലൊന്നും നമ്മൾ ഒരിക്കലും പങ്കുചേരാൻ പാടില്ല. അത് പ്രവാചകൻ ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നിസ്കാരമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെ നിസ്സാരമായിട്ട്, നിസ്കാരത്തിന് ബാങ്ക് വിളിച്ചാൽ എന്തോ അലസത കാണിക്കുന്നത് പോലെ, എന്റെ പ്രിയമുള്ളവരെ അതിനെന്തോ ഒരു മഹത്വം കുറച്ച് കാണുന്നത് പോലെ, എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളിൽ പലരും ആ നമസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മുടെ ആണുങ്ങളും പെണ്ണുങ്ങളും നമ്മുടെ മക്കളും നമ്മൾ അതിനകത്ത് വല്ലാത്ത അലസത കാണിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ ആ നമസ്കാരത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഇമാം റാസി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ തന്റെ തഫ്സീറിൽ ഒരു ചരിത്രം പറയുന്നുണ്ട്. നമസ്കാരത്തിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ എന്റെ പ്രിയമുള്ളവർ ഈ ഒരു ചരിത്രം നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ചരിത്രമാ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അതാ അവിടുന്ന് ചരിത്രത്തിൽ കാണാം, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതാ ഒരു പെണ്ണ് മദീനത്തുകൂടെ നടക്കുകയാണ്. ഒരു പെണ്ണ് മദീനത്തുകൂടെ മഹാനവറുകൾ അവിടെ നിന്ന് പറഞ്ഞു തരികയാണ്, കാനത്ത് ഇംറഅത്തുൻ തസീഖു ഫീ സികകിൽ മദീന. ഒരു പെണ്ണ് മദീനയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനെയാണ് തിരയുന്നത്. കാണുന്നവരോടൊക്കെ ആ പെണ്ണ് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെയാണ്? ദല്ലൂനി അലാ മുഹമ്മദ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെയാണുള്ളത്? ഒരു പെണ്ണ് മദീനയിലൂടെ ഇങ്ങനെ തിരഞ്ഞു നടക്കുകയാണ്. കാണുന്നവരോടൊക്കെ ചോദിക്കുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെ? മുത്തുനബി എനിക്കൊന്ന് കാണിച്ചു തരുമോ? അല്ലാഹുവിന്റെ പ്രവാചകനെ ഒന്ന് കാണിച്ചു തരുമോ? ഈ പെണ്ണിങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കുകയാണ്. അവസാനം ആരോ അല്ലാഹുവിന്റെ പ്രവാചകനെ കാണിച്ചു കൊടുത്തു. പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ആ പെണ്ണ് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നു. ആ പെണ്ണ് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ജീവിതത്തിൽ ഞാനൊരു തെറ്റ് ചെയ്തവളാ. അല്ലാഹു എനിക്ക് പുറത്തു തരുമോ നബിയേ? അല്ലാഹു എനിക്ക് പുറത്തു തരുമോ നബിയേ? ജീവിതത്തിൽ ഞാനൊരു വലിയ പാപം ചെയ്തവളാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ആ പെണ്ണ് വന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ, അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, നീ നിന്റെ ജീവിതത്തിൽ ചെയ്ത പാപമെന്താ? എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഇത് നല്ലതുപോലെ കേട്ടോ പൊന്നുമോള്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പെണ്ണിനോട് ചോദിച്ചു, നീ എന്തോ പാപമാണ് ചെയ്തത്? ആ സമയത്ത് ആ പെണ്ണ് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, ഇന്നി സനൈതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവുണ്ടല്ലോ, ആ മനുഷ്യനതാ കച്ചവടത്തിന് വേണ്ടി പോവുകയാണ്. ഒരുപാട് കൊല്ലം കഴിഞ്ഞാണ് വന്നത്, ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞാണ് എന്റെ ഭർത്താവ് വന്നത്. എന്റെ ഭർത്താവ് ജോലിക്ക് പോയപ്പോ ഞാൻ വ്യഭിചരിച്ചു നബിയേ. ഒരു മനുഷ്യനുമായി ഞാൻ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു. ആ പെണ്ണ് പറയുകയാണ്, അങ്ങനെ ഞാൻ ഗർഭിണിയായി, വ്യഭിചാരത്തിലൂടെ ഞാൻ ഗർഭിണിയായി. ആ പെണ്ണ് അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുകയാണ്, ഞാൻ ഗർഭിണിയായി, ആരും അറിയാതെ ഞാൻ എന്റെ കുഞ്ഞിനെ വളർത്തുകയാണ്. ഗർഭിണിയായത് ആരോടും പറഞ്ഞില്ല. ആ പെണ്ണ് ആരെയും അറിയിക്കാതെ അവിടുന്ന് അതാ 9.5 മാസം കഴിഞ്ഞ് അവിടുന്ന് പ്രസവിക്കുകയാ. അതാ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു. അല്ലാഹുവേ, ആ പെണ്ണ് പറയുന്നു, യാ റസൂലല്ലാഹ്, അതാ പ്രസവിച്ചു കഴിഞ്ഞപ്പോ അതാ വ്യഭിചാരത്തിലൂടെ ഉണ്ടായ തന്റെ കുഞ്ഞുണ്ടല്ലോ, 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയെന്നു പ്രസവിച്ച തന്റെ പൊന്നാര കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞിനെ ആ പെണ്ണു കൊന്നുകളയുകയാണ്. അതാ പ്രസവിച്ച ഉടനെ ആരും അറിയാതെ കുഞ്ഞിനെ കൊന്നു. എന്നിട്ട് എന്തേ ചെയ്തതെന്നറിയോ?
ആ പെണ്ണിന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ? പടച്ചവനെ സുറുക്ക കച്ചവടം നടത്തുന്നവളാ. അതാ വീഞ്ഞുപോലെ പടച്ചവനെ അതാ സുറുക്കയുടെ കച്ചവടം നടത്തുന്ന പെണ്ണാട്. അതാ വ്യഭിചാരത്തിലൂടെ ഉണ്ടായ കുഞ്ഞിനെ പ്രസവിച്ചു. പ്രസവം കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിനെ കൊല്ലുകയാണ്. കൊന്നു കഴിഞ്ഞിട്ട് യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ കുഞ്ഞിനെ ഞാൻ എന്ത് ചെയ്തെന്നറിയുമോ? അതാ ഏറ്റവും കൂടുതൽ വീര്യം കൂടിയ സുറക്കകത്തേക്ക് ആ ചോര കുഞ്ഞിനെ ഇടുകയാണ്. താൻ നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ കൊന്നിട്ട് ആ കുഞ്ഞിനെ അതാ സുറുക്കയിടകത്തേക്ക് ഇട്ടിട്ട് കുടിച്ചിടുകയാ. പടച്ചവനെ, ആ പിഞ്ചു കുഞ്ഞുണ്ടല്ലോ, അതിനകത്ത് കിടന്നിട്ട് ആ കുഞ്ഞിന്റെ ഇറച്ചിയുണ്ടല്ലോ, ആ കുഞ്ഞിന്റെ മാംസമുണ്ടല്ലോ, ആ കുഞ്ഞിന്റെ എല്ലുകളുണ്ടല്ലോ, ആ സുറുക്കകത്തിങ്ങനെ അലിഞ്ഞു ചേരുകയാ. അല്ലാഹുവേ, മാസങ്ങളോളം ഇങ്ങനെ അതിനകത്തിട്ട് ആ കുഞ്ഞിന്റെ ശരീരം മുഴുവനും അതിലേക്ക് അലിഞ്ഞു ചേർന്നു. അതിലേക്ക് ആ മാംസവും എല്ലുമല്ല ആ സുറുക്കകത്തേക്ക് അലിഞ്ഞു ചേർന്നു. ആ പെണ്ണ് പറയുന്ന നബിയേ, ഫജിഅ്തുഹാ, എന്റെ കുഞ്ഞിന്റെ ശരീരം മുഴുവനും സുറുക്കകത്ത് അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞപ്പോ അത് ഞാൻ ജനങ്ങൾക്ക് വിറ്റു നബിയേ. എന്റെ കുഞ്ഞിന്റെ ശരീരം അലിഞ്ഞു ചേർന്ന സുറുക്കയുണ്ടല്ലോ, അത് നാട്ടുകാർക്ക് ഞാൻ കച്ചവടം നടത്തി നബിയേ. അല്ലാഹു എനിക്ക് പുറത്തു തരുമോ? പ്രവാചകന്റെ മുന്നിൽ ആ പ്രിയപ്പെട്ട പെണ്ണ് കരഞ്ഞുകൊണ്ട് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കണ്ണ് നിറയുകയാണ്. പടച്ചവനെ, എത്ര പാപമാണ് വ്യഭിചരിച്ചിട്ടുണ്ട്, അതാ കൊന്നിട്ടുണ്ട്, അല്ലാഹുവേ അതാ അതാ കച്ചവടം നടത്തിയിട്ടുണ്ട്. ഈ 3 പാപമാണ് ആ പെണ്ണ് ചെയ്തത്. വിവാഹം കഴിഞ്ഞ പെണ്ണ് വ്യഭിചരിച്ചാൽ എറിഞ്ഞു കൊല്ലണമെന്നാണ്. ഒരു മുസ്ലിമിനെ കൊന്നാൽ പടച്ചവനെ തിരിച്ചവരെയും കൊല്ലണമെന്നാണ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചതെന്തെന്നറിയോ? ആ പെണ്ണിനോട് ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? എന്റെ പ്രിയമുള്ളവരെ, ഫഇന്നി അറാ അന്നക തറക്തി സ്വലാത്തൽ അസ്രി. അല്ലാഹുവിന്റെ പ്രവാചകൻ ആ പെണ്ണിനോട് ചോദിക്കുകയാ, നീ അസർ നമസ്കാരം ഉപേക്ഷിക്കുന്നവളല്ലേ? നീ അസർ നമസ്കാരം ഉപേക്ഷിക്കുന്ന പെണ്ണല്ലോ. അസർ നമസ്കാരം ഉപേക്ഷിച്ചത് കൊണ്ടാണ് നിന്റെ ഹൃദയം ഇത്ര കഠിനമായി പോയതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ പടച്ചവനെ, ഒരേ ഒരു വഖത്ത് നമസ്കാരം മുടക്കിയപ്പോ ഈ അവസ്ഥയാണെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, 5 നേരത്തെ നമസ്കാരം ഉപേക്ഷിച്ച് കഴിയുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ ചിന്തിച്ചു നോക്ക്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ നടക്കാൻ കഴിയാഞ്ഞിട്ട് പോലും സ്വഹാബികളുടെ ചുമലിൽ കൈവച്ചിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനെ പള്ളിയിൽ പോയി നമസ്കരിച്ച ചരിത്രങ്ങൾ നമുക്കറിയാം. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ ഇവിടെന്ന് പറയുകയാ, ആ സ്വഹാബിക്ക് കൊടുത്ത 1ാമത്തെ ഉപദേശം എന്തെന്നറിയോ? നാളെ സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരനാകണോ, എന്റെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിലേക്ക് കടന്നു വരണോ? പ്രവാചകൻ അവിടെന്ന് പറയുകയാ, സുജൂദുകൾ അധികരിപ്പിക്കണേ. നീ അതാ സുജൂദുകൾ അധികരിപ്പിച്ചാ സ്വർഗത്തിൽ നാളെ എന്റെ കൂടെ നിനക്കൊരുമിക്കാൻ കഴിയുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ചിന്തിക്ക്, പ്രവാചകന്റെ മുന്നിൽ ഒരു പെണ്ണ് വന്നിട്ട് പറയാ, നബിയെ, ഞാൻ വ്യഭിചരിച്ചു, എനിക്ക് ആ വ്യഭിചാരത്തിലൂടെ ഒരു കുഞ്ഞുണ്ടായി, ആ കുഞ്ഞിനെ ഞാൻ കൊന്നുകളഞ്ഞു, എന്നിട്ട് സുറുക്ക ഉപയോഗിക്കുന്ന പാത്രത്തിന്റെ അകത്തിട്ട് എന്റെ കുഞ്ഞിനെ അതിനകത്തിട്ട് ഞാൻ മാംസവും എല്ലും എല്ലാം അതിലേക്ക് അലിഞ്ഞു തീരുന്ന രീതിയിൽ ഞാൻ കുഴിച്ചിട്ടു, അവസാനം ഞാൻ അതെടുത്ത് ജനങ്ങൾക്ക് കച്ചവടം നടത്തി, എനിക്ക് അല്ലാഹു പുറത്തു തരുവോ? ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ പെണ്ണിനോട് ചോദിച്ച ചോദ്യം, നീ അസർ നമസ്കരിക്കാറില്ല ഇല്ലേ? നിസ്കരിക്കാത്തത് കൊണ്ടാ നിന്റെ ഹൃദയം എത്ര കഠിനമായി പോയതെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഒരൊറ്റ വഖത്ത്
ഒരു അസർ നമസ്കാരം 5 വക്കത്തിലെ ഒരു വക്കത്ത് അസർ നമസ്കാരം ഉപേക്ഷിക്കുന്ന മനുഷ്യന്റെ മനസ്സ് ഇത്രയും കഠിനമാണെങ്കിൽ 5 വക്കത്ത് നിസ്കരിക്കാത്ത ഒരു മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാളെ പ്രവാചകന്റെ കൂട്ടുകാരായി സ്വർഗത്തിലേക്ക് കടക്കണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ നിസ്കാരങ്ങൾ അധികരിപ്പിക്ക്, സുജൂദുകൾ അധികരിപ്പിക്ക്, സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിക്ക്. നാളെ പ്രവാചകന്റെ കൂട്ടുകാരായി നമുക്ക് സ്വർഗത്തിൽ കടക്കാം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എല്ലാവരും വല്ലാത്ത പ്രതിസന്ധിയിൽ, എല്ലാവരും കച്ചവടമില്ല, സർവ്വ പ്രയാസങ്ങൾക്ക് നടുവിലൂടെയാ സർവരും കടന്നു പോകുന്നത്. സാമ്പത്തികമായി തകർന്നു, കച്ചവടമില്ല, ഒന്നുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ആകെയുള്ള പരിഹാരം 5 വക്കത്ത് നമസ്കാരമാണ്. നിന്റെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും മാറാൻ, നിന്റെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും മാറാനുള്ള ഏക വഴി അത് 5 നേരത്തെ നിസ്കാരമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 5 വക്കത്ത് നമസ്കരിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും മാറുമെന്ന് മുത്തുനബി പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നിന്റെ ജീവിതത്തിലെ സർവ്വ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ 5 നേരം നീയും നിന്റെ കുടുംബവും നിസ്കരിക്ക്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് നിസ്കാരങ്ങൾ ഖളായി പോയി, മുമ്പും ശേഷമുള്ള നിസ്കാരങ്ങൾ. എന്റെ പ്രിയമുള്ളവരെ, എത്രയോ സുന്നത്ത് നമസ്കാരം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 12 റക്അത്ത് സുന്നത്ത് നമസ്കാരം കൊണ്ട് ആരെങ്കിലും എന്നെ സഹായിച്ചാൽ ആ മനുഷ്യന് ഞാൻ സ്വർഗം കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 12 റക്അത്ത് സുന്നത്ത് നമസ്കാരം കൊണ്ട് ആരെങ്കിലും എന്നെ സഹായിച്ച അവന് സ്വർഗമുണ്ടെന്ന. ഏതാ ഈ 12 റക്അത്ത് സുന്നത്ത് നമസ്കാരം? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വർഗം വേണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വർഗം വേണോ? വേണോ വേണ്ടേ? വേണോ വേണ്ടേ? വേണമെന്നുള്ളവർ കൈപൊക്കിക്ക്. സ്വർഗം വേണമെന്ന് ആഗ്രഹമുള്ളവര്. 12 റക്അത്ത് സുന്നത്ത് നമസ്കാരം കൊണ്ട് ആരെങ്കിലും മുത്തുനബിയെ സഹായിച്ചാൽ മുത്തുനബി നിങ്ങൾക്ക് സ്വർഗം വാങ്ങിത്തരും. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഏതാ ഈ 12 റക്അത്ത് സുന്നത്ത് നമസ്കാരം? എന്റെ പ്രിയമുള്ളവരെ, സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം, സുബഹി നമസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പിന്നെ ളുഹറിന്റെ സുന്നത്ത്, ളുഹറിന്റെ സുന്നത്ത്. അപ്പോ എത്രയായി? 4 2 6 എന്റെ പ്രിയമുള്ളവരെ, അസറിന്റെ സുന്നത്ത്, മഗ്രിബിന്റെ സുന്നത്ത്, ഇശാഇന്റെ സുന്നത്ത്. ഇങ്ങനെ ഈ സുന്നത്ത് നമസ്കാരം, ഈ 12 റക്അത്ത് സുന്നത്ത് നമസ്കാരം കൊണ്ട് ആരെങ്കിലും പ്രവാചകനെ സഹായിച്ചാൽ പ്രവാചകൻ നിങ്ങൾക്ക് സ്വർഗം നൽകി സഹായിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പണ്ടുള്ളവരൊക്കെ നിസ്കരിച്ചു കൊണ്ടിരുന്ന പല നിസ്കാരങ്ങളും ഇന്ന് കാണാനില്ല. എന്റെ പ്രിയമുള്ളവരെ, ഒരുപാട് സുന്നത്ത് നമസ്കാരങ്ങൾക്ക് വല്ലാത്ത പ്രതിഫലം. മഹാനായ അബൂ നാസിർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, 12 കൊല്ലം ഇബാദത്ത് ചെയ്ത പ്രതിഫലം കിട്ടുന്ന സുന്നത്ത് നമസ്കാരമുണ്ട്. അത് പണ്ടുള്ള കാരണവന്മാര്, പ്രായമുള്ളവരൊക്കെ ആ നിസ്കാരത്തിൽ പടച്ചവന് അലംഭാവത്തിൽ അവർ നിർബന്ധമായിട്ട് നിസ്കരിക്കും. എത്ര തിരക്കുണ്ടെങ്കിലും അത് നിസ്കരിച്ചിട്ടേ പോകും. ഏത് നിസ്കാരം? 12 കൊല്ലം ഇബാദത്ത് ചെയ്ത കൂലി കിട്ടുന്ന നിസ്കാരമാണ് മഗ്രിബ് നമസ്കാരത്തിന് ശേഷമുള്ള അവ്വാബി നമസ്കാരം. മഗ്രിബ് നമസ്കാരത്തിന്റെ ഫർദ്, ആ ഫർദ് കഴിഞ്ഞ് മഗ്രിബിന്റെ സുന്നത്ത് നമസ്കാരം, അത് കഴിഞ്ഞിട്ട് ഒരു 6 റക്അത്ത് പണ്ടുള്ളവരൊക്കെ നിസ്കരിക്കും. പ്രായമുള്ളവർ പള്ളിക്കൊക്കെ തിരുന്നിട്ട് ഖുലിയ അയ്യുഹൽ കാഫിറൂൻ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലക് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ 6 സൂറത്തുകൾ ഓതിയിട്ട് 2 റക്അത്ത് വീതം എന്റെ പ്രിയമുള്ളവരെ മഗ്രിബിന്റെ നമസ്കാരം കഴിഞ്ഞിട്ട് ഫറളും സുന്നത്തും കഴിഞ്ഞിട്ട് നിസ്കരിക്കുമായിരുന്നു. പക്ഷേ ഇന്ന് ആ സുന്നത്ത് നിസ്കാരങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിലില്ല. അങ്ങനെ നിസ്കരിക്കുന്നവർ വളരെ കുറവായി മാറിയിരിക്കുന്നു. പക്ഷേ അത് നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒരു നമസ്കാരമല്ല. 12 കൊല്ലം ഇബാദത്ത് ചെയ്ത കൂലി കിട്ടുന്ന ഒരു നമസ്കാരമാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രവാചകന്റെ കൂട്ടുകാരായി സ്വർഗത്തിലേക്ക് കടന്നു പോകണമെങ്കിൽ ഒന്നാമത്തെ വഴി പ്രവാചകൻ തന്നെ പറഞ്ഞു, 5 വഖത്ത് നമസ്കരിക്കാൻ. 5 വഖത്ത് നമസ്കരിക്ക്, സുജൂദുകൾ അധികരിപ്പിക്ക്. നാളെ എന്റെ കൂടെ നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2 പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, ഞാൻ വിശദീകരിക്കുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മഹാനവറുകൾ അവിടുന്ന് പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, ഇന്ന മിൻ അഖ്ബാരികും ഇലയ്യ വ അഖറബകും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ അഹാസുനികും വഖിലാഖ്.
അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാണ്, നാളെ പരലോകത്തിലെയും സ്വർഗത്തിലെയും എന്റെ രണ്ടാമത്തെ കൂട്ടുകാരാരാ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുന്നു, ആരാണോ സ്വഭാവം നന്നാക്കുന്നവർ, എന്റെ പ്രിയമുള്ളവരെ സ്വൽസ്വഭാവം മുറുകെ പിടിക്കുന്നവരുണ്ടല്ലോ, അവര് നാളെ എന്റെ കൂട്ടുകാരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ സ്വഭാവം ശുദ്ധീകരിക്കുന്നവരുണ്ടല്ലോ, സൽസ്വഭാവം തന്റെ ജീവിതത്തിൽ അല്ലാഹുവേ തന്റെ സ്വഭാവത്തിലതാ പ്രവാചകന്റെ സ്വഭാവം, പ്രവാചകന്റെ ജീവിതം തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നവരുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിൽ മാതൃകയില്ലാത്ത ഒരു കാര്യവുമില്ല. ഏത് വിഷയം എടുത്തു നോക്കിയാലും മാതൃകയാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ മഹദി ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് സ്വഹാബത്ത് അവിടുന്ന് ചോദിച്ചു, ആയിഷ ബീവിയോട് ചോദിച്ചു, നബിയുടെ ജീവിതം എങ്ങനെയായിരുന്നു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിതം എങ്ങനെയായിരുന്നു? ആ സമയത്തിന്റെ പ്രിയമുള്ളവരെ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? കാന ഖുലുഖുഹു ഖുർആൻ, എന്റെ ഭർത്താവിന്റെ ജീവിതം ഖുർആനായിരുന്നു, എന്റെ ഭർത്താവിന്റെ ജീവിതം ഖുർആനായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ ഖുർആൻ പോലെ ജീവിച്ചിരുന്നു എന്ന് ഖുർആൻ പറഞ്ഞതുപോലെയാണ് പ്രവാചകൻ ജീവിച്ചതെന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു കൊടുക്കുമ്പോ, അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ മാതൃകയില്ലാത്ത ഏത് കാര്യമാവുള്ളത്? എല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ, എങ്ങനെയാണ് ജീവിക്കേണ്ടത്. എന്റെ പ്രിയമുള്ളവരെ, അതാ ഒരു മനുഷ്യന് ബാത്റൂമിലേക്ക് കിടക്കുമ്പോ എന്ത് പറഞ്ഞുകൊണ്ടാണ് കിടക്കേണ്ടത്, ഏത് കാലി വെച്ചുകൊണ്ടാണ് കിടക്കേണ്ടത്, എങ്ങനെയാണ് ഇരിക്കേണ്ടത്, അവിടെ എന്താണ് കൊണ്ടുപോകാൻ പാടില്ലാത്തതെന്താണ്, അവിടെ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ ഏത് കാലി വെച്ചിറങ്ങണം, എന്ത് പറഞ്ഞുകൊണ്ടിറങ്ങണം, എല്ലാ കാര്യങ്ങളും അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ ജീവിതം കൊണ്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, രാജ്യം ഭരിക്കുന്ന കാര്യമാകട്ടെ, കുടുംബത്തിൽ കുടുംബ ഭരണം നടത്തുന്ന കാര്യമാകട്ടെ, എല്ലാ വിഷയവും അല്ലാഹുവിന്റെ പ്രവാചകന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പ്രവാചകന്റെ ജീവിതം തന്നെ ഒരു ദർശനമാണ്, ആ പ്രവാചകന്റെ ജീവിതം തന്നെ ഒരു ദർശനമാണ്. അതുകൊണ്ടാണ് പ്രവാചകന്റെ ജീവിതം പഠിച്ചുകൊണ്ട് പലരും അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നത്, ഇസ്ലാമിന്റെ കൊടിക്ക് കീഴിലേക്ക് നടന്നു വരാ തയ്യാറായത്. എന്റെ പ്രിയമുള്ളവരെ, അതാ കൊച്ചുകുട്ടികൾ പോലും പ്രവാചകന്റെ ജീവിതം കണ്ടിട്ട് ചെറിയ കുട്ടികൾ പോലും അല്ലാഹുവെ അത്ഭുതപ്പെട്ടു പോയിരുന്നു. അതാ ചരിത്രത്തിൽ കാണാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിൽ ഒരേ ഒരു സ്വഹാബിയുടെ പേരേ ഉള്ളൂ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്, മഹാനായ സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തആല അൻഹു, ഈ സ്വഹാബിയുടെ പേരാണ് അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തു പറഞ്ഞത്. ഈ സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം എടുത്തു നോക്ക്. എന്റെ പ്രിയമുള്ളവരെ, ഹാരിസ എന്ന പിതാവുണ്ടല്ലോ, സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ബാപ്പയും ഉമ്മയും വിവാഹം കഴിഞ്ഞു ഒരുപാട് കൊല്ലം കഴിഞ്ഞു. പടച്ചവനെ, മക്കളില്ല, ഭാര്യയും ഭർത്താവും വല്ലാത്ത പ്രയാസത്തിലാണ്, മക്കളില്ലാതെ കരഞ്ഞു ദുആ ചെയ്തുകൊണ്ട് രണ്ടുപേരും നടക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അവസാനം അല്ലാഹു ഒരു പൊന്നുമോനെ കൊടുത്തു. ഭാര്യക്കും ഭർത്താവിനും വല്ലാത്ത സന്തോഷമായി, ഭാര്യക്കും ഭർത്താവിനും വല്ലാത്ത സന്തോഷമായി. ഹാരിസയുടെ വീട് വല്ലാത്ത സന്തോഷത്തിലാ. തന്റെ പൊന്നാര മകനെ വെളിയിൽ വിടാറില്ല, ആരോടും കൂടെ കളിക്കാൻ പോലും വിടാറില്ല. പടച്ചവനെ, ഭാര്യയും ഭർത്താവും തന്റെ പൊന്നാര മകനെ വീടിന്റെ അകത്ത് വളർത്തുകയാ. അതാ വർഷങ്ങൾ കഴിഞ്ഞുപോയി. ഹാരിസ് റളിയല്ലാഹു തആല അൻഹു, അതാ തന്റെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു, ഞാൻ എന്റെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് എന്റെ മകനെയൊന്ന് കൊണ്ടുപോകട്ടെ. ഭർത്താവ് പറഞ്ഞു, കൊണ്ടുപോകണ്ട, നമ്മുടെ പൊന്നുമകനെ ആരെയും കാണിക്കണ്ട. പക്ഷേ ഭാര്യ പറഞ്ഞു, എന്റെ കൂട്ടുകാരികളെ എന്റെ മകനെയൊന്ന് കാണിക്കാരാ. അങ്ങനെ പടച്ചവനെ, തന്റെ ഭാര്യതാ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു വന്ന
പൊന്നുമോനെ യഥാ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോകുമ്പോ അവിടെ നിന്ന് കൊള്ളക്കാര് പിടിച്ചു കൊണ്ടുപോവുകയാ. സെയ്ദെന്ന് പറയുന്ന പൊന്നുമോന് അതാ കൊള്ളക്കാര് പിടിച്ചിട്ട് ഉക്കാല ചന്തയിൽ കൊണ്ടുപോയി അവിടെ നിന്ന് ലേലം വിളിക്കുകയാണ്. പടച്ചവനെ, അതാ സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവിനെ അവിടെ നിന്ന് ലേലം വിളിക്കുമ്പോ ആരാണ് വാങ്ങിയതെന്നറിയുമോ? അതാ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കുടുംബത്തിൽപ്പെട്ട അതാ ഒരു മനുഷ്യനാണ് അവിടെ നിന്ന് ലേലം വിളിച്ച് വാങ്ങുന്നത്. പൈസ കൊടുത്ത് അവിടെ നിന്ന് വാങ്ങുന്നത്. സെയ്ദ് എന്ന് പറയുന്ന കാണാനടകുള്ള സുന്ദരനായ പൊന്നുമോൻ പടച്ചവനെ ഖദീജ ബീവിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയെ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് വിവാഹം കഴിച്ചപ്പോ സെയ്ദ് എന്ന് പറയുന്ന ആ ചെറിയ മകനുണ്ടല്ലോ, ആ മകനെ ഖദീജ ബീവിക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ആ കുഞ്ഞ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ അകത്തേക്ക് കടന്നു വന്നു. അതാ ഹാരിസയും തന്റെ ഭാര്യയും തന്റെ പൊന്നാര മകനെ കാണാത്തത് കാരണം വല്ലാത്ത ദുഃഖത്തിലാ. ഒരുപാട് തിരഞ്ഞു നടന്നു. പടച്ചവരെ, നൊന്ത് പ്രസവിച്ച തന്റെ പൊന്നുമോന് കണ്ടു കൊതി തീരുന്നതിന് മുമ്പേ തന്റെ പൊന്നുമോന് നഷ്ടപ്പെട്ടല്ലോ. അവര് വല്ലാത്ത വേദനയിലാണ്, അവര് വല്ലാത്ത പ്രയാസത്തിലാണ്. അപ്പോഴാണ് പടച്ചവരെ ഏതോ ഒരു മനുഷ്യൻ പറഞ്ഞു, ഹദാ ഏതോ ഒരു മനുഷ്യൻ പറഞ്ഞു, ഹാരിസേ നിന്റെ പൊന്നുമകന് മദീനത്തുണ്ട്. നിന്റെ സെയ്ദ് എന്ന് പറയുന്ന പൊന്നുമോട് അത് മുഹമ്മദിന്റെ വീട്ടിലുണ്ട്. അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, തന്റെ പൊന്നുമകൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീട്ടിലുണ്ടെന്നറിയുമോ? അതാ കഅബ് എന്ന് പറയുന്ന തന്റെ സഹോദരനെ വിളിച്ചുകൊണ്ട് ഹാരിസയും കഅബ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും കൂടെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നു. സെയ്ദ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവേ തന്റെ പൊന്നാര മകനെ കാണുമ്പോ കാത്ത് നഷ്ടപ്പെട്ടു പോയ തന്റെ പൊന്നുമകനെ കണ്ടപ്പോ ഹാരിസ് റളിയല്ലാഹു തആല അൻഹു സെയ്ദ് എന്ന് പറയുന്ന പൊന്നുമോനടുത്ത് വിളിക്കുന്ന, മോനെ വാടാ, ഞാൻ നിന്റെ ബാപ്പയാ, നിന്നെ ഉമ്മ കാത്തിരിക്കുന്ന പൊന്നുമോര്. അതാ സെയ്ദ് എന്ന് പറയുന്ന പൊന്നാര മകനെ വാപ്പ വിളിക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? വാപ്പാ, ഞാൻ വരുന്നില്ല, അല്ലാഹുവിന്റെ പ്രവാചകനെ വിട്ടിട്ട് ഞാൻ വരുന്നില്ല. മോനെ, നീ എന്തിനാടാ അടിമയെ പോലെ ഇവിടെ കഴിയുന്നത്? വാടാ, നിനക്ക് നല്ല വീടുണ്ടടാ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ കുഞ്ഞിനെ വാപ്പ വിളിക്കുമ്പോ ആ പൊന്നുമകൻ പറയുന്നു, വാപ്പാ, ഞാനിവിടെ ഒരു അടിമയെ പോലെയല്ല, മുത്തുനബി എന്നെ അടിമയായിട്ടല്ല കാണുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു മകനെ പോലെയാണ് എന്നെ കാണുന്നത്. എന്നോട് വല്ലാത്ത സ്നേഹമാണ്, അതുകൊണ്ട് ഞാൻ വരുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിതം അങ്ങനെയായിരുന്നു. സ്വന്തം പിതാവ് വിളിച്ചിട്ട് പോലെ അല്ലാഹുവേ, ഹാദാ സെയ്ദ് ഇബ്നു ഹാരിസ എന്ന് പറയുന്ന ചെറിയ മകനുണ്ടല്ലോ, അതാ തന്റെ വാപ്പയുടെ കൂടെ പോകാൻ തയ്യാറായില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ പ്രവാചകന്റെ ജീവിതം അങ്ങനെയായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിത പ്രവർത്തനങ്ങൾ അങ്ങനെയായിരുന്നു. എല്ലാവർക്കും മാതൃകയാകുന്ന രീതിയിലുള്ള ജീവിതമാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് നയിച്ചതെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ വിഷയത്തിലും എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, ഓരോ വിഷയത്തിലും അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ ജീവിതം ഇങ്ങനെ കാണിച്ചു കൊടുത്തു എന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, നമ്മളും അങ്ങനെയാണ് ആകേണ്ടത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തുകളുണ്ടല്ലോ, ആ പ്രവാചകന്റെ സുന്നത്തുകൾ ജീവിതത്തിൽ അനുസരിക്കുന്നത് ആ പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ അടയാളമാണെന്ന് മഹാന്മാര് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകന് പടച്ചവനെ അവിടുന്ന് താടി വളർത്തിയിരുന്നു, അവിടുന്ന് തലമറച്ചിരുന്നു, അവിടുത്തെ വസ്ത്രധാരണകള് ഓരോ വിഷയത്തിലും എന്റെ പ്രിയമുള്ളവര്
അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ എന്റെ പ്രിയമുള്ള സഹോദരാ, നാളെ മുത്തുനബിയുടെ കൂട്ടുകാരായി സ്വർഗത്തിൽ കിടക്കാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ